വിശുദ്ധ റമദാൻ അതിൻ്റെ ആദ്യത്തെ 1/3 വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് വേണ്ടി, വിശ്വാസി സമൂഹത്തിന് വേണ്ടി സവിശേഷമായി അനുഗ്രഹിച്ചു നൽകിയ ഒരു സമയമാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാനിന്റെ ആത്മാവ് നാം നേടിയെടുക്കുക വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെയാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിന് വേണ്ടി അവതരിപ്പിച്ചതാണ്. അതിന്റെ അവതരണത്തിന് സമാരംഭം കുറിച്ച ഒരു സമയം, സന്ദർഭമുണ്ട് എന്നതാണ് വിശുദ്ധ റമദാനിനെ അല്ലാഹു പരിഗണിക്കാൻ കാരണമായത്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ ഒരു നവീകരണത്തിന്റെ മാസമാണ്. സത്യവിശ്വാസികൾ ഓരോരുത്തരും അവനവനെ തന്നെ കണ്ടെത്തുന്ന ഒരു സമയം, ഒരു പടപ്പുറപ്പാടിന്റെ സമയമാണ് റമദാൻ. അഥവാ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൗർബല്യങ്ങളും ന്യൂനതകളുമുണ്ട്. മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു കർഷകൻ അയാളുടെ കൃഷിഭൂമിയെ ശ്രദ്ധിക്കാതിരുന്നാൽ കളകൾ മുളച്ചു പൊന്തുന്നത് പോലെ നാം ഓരോരുത്തരുടെയും ജാഗ്രത കുറവ് കൊണ്ട് ചില ദൗർബല്യങ്ങൾ നമ്മൾ കീഴടക്കിയിട്ടുണ്ടാകും. ആ ദൗർബല്യങ്ങളെയും ജാഹിലിയത്തുകളെയും മെല്ലെ അടർത്തി മാറ്റി പകരം അല്ലാഹുവിന്റെ ഒരു സംസ്കാരത്തെ സ്ഥാപിച്ചെടുക്കുക എന്നതാണ് വിശുദ്ധ റമദാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അഥവാ അവനവനെ തന്നെ നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ സൃഷ്ടാവ് ഖാലിഖ് അല്ലാഹുവാണ്. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പക്ഷെ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ആത്മാവ് ചിലപ്പോൾ മറ്റ് പല വഴികളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥ സൃഷ്ടാവിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ ഒരു പുനഃസൃഷ്ടി നാം നടത്തേണ്ടി വരും. അഥവാ നാം തന്നെ സൃഷ്ടാവും നാം തന്നെ സൃഷ്ടിയുമായി മാറും. ഖാലിഖ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറഞ്ഞ ഒരു വർത്തമാനം സൂറത്തുൽ ഹദീദ് മുൻപ് ധാരാളം നാം കേട്ട് പരിചയമുണ്ട്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. ലളിതമായി നാം മാറ്റിവെക്കേണ്ട ഒരു ചോദ്യമല്ല. സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് സ്വന്തം ഹൃദയം ഒന്ന് ഭയപ്പെടാൻ, അല്ലാഹുവിനോടുള്ള ഭയം കൊണ്ട്, അല്ലാഹുവിനോടുള്ള ഖുശൂഅ കൊണ്ട്, അല്ലാഹുവിനോടുള്ള ഭക്തി കൊണ്ട്, അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം ഹൃദയം ഒന്ന് പ്രകമ്പനം കൊള്ളാനുള്ള സമയം ഇനിയും ആയിട്ടില്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. നിങ്ങൾ ഒരിക്കലും വേദക്കാരായ, മുൻകഴിഞ്ഞു പോയ വേദക്കാരായ ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾ അല്ലാഹു നൽകിയ ദീനെന്ത് എന്ന് മനസ്സിലാക്കിയ, അല്ലാഹുവിന് വിധേയപ്പെടുന്ന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഉച്ചരിച്ച ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉച്ചരിച്ചിട്ടുണ്ട് എങ്കിൽ
നിങ്ങളെ അല്ലാഹു സവിശേഷമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻപേ കഴിഞ്ഞുപോയ ഊത്തുൽ കിതാബ് അഥവാ വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലം കുറെ കടന്നുപോയപ്പോ, ശരിയാണ്, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ കടന്നു വന്ന് അംബിയാ മുർസലീങ്ങളുടെ അധ്യാപനങ്ങൾ ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ ജീവിതം വളരെ പ്രശോഭിതമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഫത്വാല അലൈഹിമുൽ അമദു, കാലം കുറെ കടന്നുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കട്ടിയായി പോയിരിക്കുന്നു. അഥവാ അവരുടെ ഹൃദയങ്ങളിലേക്ക് പല മാലിന്യങ്ങളും കടന്നുകൂടിയിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ സ്ഥാനം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. പകരം അവരുടെ ഹൃദയങ്ങളിൽ മറ്റ് പലതിനെയും സ്ഥാപിക്കപ്പെട്ട ദൗർബല്യങ്ങളിലൂടെ, ചാബല്യങ്ങളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ഫാസിഖീങ്ങളായ, തെമ്മാടികളായ ആളുകളാണ്. ഈ ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചോർത്ത് നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് ഭയചകിതമാകാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന ചോദ്യം എന്നോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. അഥവാ എന്റെ ജീവിതത്തിൽ അട്ടിപ്പേറായി ഞാൻ കൊണ്ടു നടക്കുന്ന കുറേയേറെ ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെ ഓരോന്നിനെയും മാറ്റിവെച്ചിട്ട് എനിക്ക് എന്റെ നാഥന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ കഴിയണം. ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് ഇനിയും അങ്ങനെ തുടർന്നു പോകാൻ, അശ്രദ്ധയുടെ ഗഫലത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഇനിയും ഞാൻ എന്നെ സമ്മതിക്കുകയില്ല. എനിക്ക് എന്റെ നാഥൻ വരച്ചു കാണിച്ച ചില അതിർവരമ്പുകളുണ്ട്. എന്റെ നാഥൻ എന്നെ വിളിച്ചു വെച്ചിട്ടുള്ള സൗന്ദര്യമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് മാറ്റത്തിരുത്തലുകളോടുകൂടി കടന്നു വരാൻ ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ സൂക്തം സവിശേഷമായി എന്നോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. എനിക്ക് മാറാൻ കഴിയില്ല എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന ദൗർബല്യങ്ങൾ ഓരോന്നിനെയും മാറ്റിവെച്ചുകൊണ്ട് പകരം അള്ളാഹുവിന്റെ തൃപ്തിയെ സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് കഴിയും. കാരണം പാതിരാത്രിയിൽ ആരും എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടാത്ത സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് വ്രതമെടുത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്റെ ഈ ഇരുത്തം രണ്ട് സന്തോഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ രണ്ട് സന്തോഷങ്ങൾ ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനോട് പറഞ്ഞ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലെ ഒന്നാമത്തെ സന്തോഷം നിരന്തരം ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, രണ്ടാമത്തെ എന്റെ സന്തോഷമുണ്ട്, അതെന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള എന്റെ നാഥനുമായുള്ള എന്റെ സമാഗമത്തിന്റെ വേളയിലാണ് ആ സന്തോഷം ഞാൻ അനുഭവിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ആ രണ്ടാമത്തെ സന്തോഷത്തെ ഏറ്റവും മൂർത്തമായ ലക്ഷ്യമായി ഈ വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങളിൽ നമ്മൾ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് മാറാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയണം. ഈ സൂക്തത്തെ കുറിച്ച് തന്നെ ചരിത്രം എന്റെ സഹോദരങ്ങളുടെ മുൻപിൽ ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന സമർക്കന്ദിലെ ഏറ്റവും കുപ്രസിദ്ധനായ മോഷ്ടാവിന്റെ ചരിത്രമുണ്ട്. സമർക്കന്ദിലെ ജനങ്ങളെല്ലാം ഭയപ്പാടോടുകൂടി മാത്രം ഓർത്തിരുന്ന ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മോഷ്ടാവ് ഒരു വീടിന്റെ മട്ടുപ്പാവിൽ കയറി ആ രാത്രിയിൽ അവിടെ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന രംഗമാണ്. ചരിത്രം പറയുന്നു, അദ്ദേഹം അങ്ങനെ തക്കം പാർത്തിരിക്കുമ്പോൾ ആ വീട്ടിലെ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ തന്റെ പേരക്കുട്ടിയോടൊപ്പം ഇരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ ഈ സൂക്തം ആ പേരക്കുട്ടിയായ പെൺകുട്ടിയിൽ നിന്ന് പാരായണം ചെയ്യുമ്പോ വയോവൃദ്ധനായ ഈ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് ആ മനുഷ്യനെ കുട്ടിയോട് പറയുന്നു, മോളെ, നീ ഒരു നിമിഷം നിന്റെ പാരായണം നിർത്തിവെക്കണം, ഒരു നിമിഷം നിന്റെ പാരായണം നിർത്തിവെക്കണം. അദ്ദേഹം തേങ്ങി തേങ്ങി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ട വല്ലിപ്പ താങ്കൾ കരയുന്നത് എന്ന് പേരക്കുട്ടിയുടെ സംശയത്തിന് ഈ വല്ലിപ്പ കൊടുത്ത മറുപടി, ഇപ്പോൾ മോളെ, നീ പാരായണം ചെയ്ത ഈ സൂക്തമുണ്ടല്ലോ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ചോദ്യമുണ്ടല്ലോ, നിന്റെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഭയപ്പെടാനുള്ള സമയമായില്ലേ എന്നത് എന്നോടുള്ള ചോദ്യമാണ്.
മരണത്തിന്റെ വാതിൽക്കലെത്തി വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളോടും കൂടി നിലനിൽക്കുന്ന ഈ വയോവൃദ്ധനായ മനുഷ്യൻ ഈ ചോദ്യം എന്നോടുള്ള ചോദ്യമാണ് എന്ന് ആലോചിച്ചിട്ട് കരയുമ്പോൾ ആ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറി മട്ടുപ്പാവിൽ ഒളിച്ചിരിക്കുന്ന ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മോഷ്ടാവ് ചിന്തിക്കുന്നത് അല്ല, ഈ സൂക്തം ഈ വൃദ്ധനോടുള്ള ചോദ്യമല്ല, ആ സൂക്തം എന്നോടുള്ള ചോദ്യമാണ്. ആ സൂക്തം എന്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മോഷ്ടാവായ എന്നോടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പണയപ്പെടുത്തിയിരിക്കുന്നു. ഈ രാത്രി എന്റെ പശ്ചാത്താപത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല, മോഷണത്തിന്റെ വഴിയിലേക്ക് ഇനി ഞാൻ സഞ്ചരിക്കുകയില്ല, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഞാൻ ഇറങ്ങുന്നു എന്ന് ആ കൂരിരുട്ടിൽ ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ തീരുമാനിക്കുന്നുണ്ട്. ഞാനിത് വിശദീകരിച്ച് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതേ മനുഷ്യൻ ആ പാതിരാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു കച്ചവട സംഘം തമ്പടിച്ചുകൊണ്ട് ആ കച്ചവട സംഘത്തിന്റെ സൈനികർക്ക് അല്ലെങ്കിൽ കാവൽക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ഒരു പോള കണ്ണടച്ചു പോകരുത്, ഇത് ഫുലൈൽ ഇബ്നു ഇയാദിന്റെ നാടാണ്, ഫുലൈൽ ഇബ്നു ഇയാദിന്റെ വിഹാര കേന്ദ്രമാണ്. നിങ്ങൾ കണ്ണടച്ചു പോയാൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചരക്കുകളുമായി ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന സമർത്ഥനായ സമർക്കന്ദിലെ മോഷ്ടാവ് കടന്നു കളയും. അതുകൊണ്ട് ഉറങ്ങരുത് എന്ന് പറയുമ്പോ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്, അർഹമുർ റാഹിമീനായ കരുണാവാരിധിയായ നാഥ, എത്രയെത്ര രാത്രികളിൽ എത്രയെത്ര കച്ചവട സംഘങ്ങൾ, എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വൃദ്ധകൾ, എത്രയെത്ര അനാഥകൾ ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഈ മോഷ്ടാവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് ഉറങ്ങാതെ കണ്ണു തുറന്നിരുന്നിട്ടുണ്ടാകും എന്ന് വേദനയോടുകൂടി ആ മനുഷ്യൻ ആലോചിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പലായനമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു തീർത്ഥാടനമുണ്ട്. ആ പലായനം ചെന്ന് അവസാനിക്കുന്നത് മക്കയുടെ മണ്ണിലാണ്, മദീനയുടെ മണ്ണിലാണ്. പിന്നീട് ചരിത്രം വിശദീകരിക്കുന്നത് ഈ സമർത്ഥനായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരോരും അറിയാതെ ആരുടെയൊക്കെയോ വീടുകളിൽ കയറി അവരുടെ സമ്പാദ്യങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്ന ഈ കുപ്രസിദ്ധനായ മോഷ്ടാവ് ചരിത്രം പിന്നെ ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന പേരിലല്ല അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്, ഇമാമുൽ ഹറമൈൻ അഥവാ രണ്ട് ഹറമുകളുടെ ഇമാമ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അഥവാ അത്ര വലിയ മോഷണത്തിന്റെ സാധ്യതകളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ വിധാനങ്ങളിലേക്ക് ഒരു മനുഷ്യന് പശ്ചാത്താപത്തോടുകൂടി കടന്നു ചെല്ലാൻ വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തം കാരണമായിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മെ തിരുത്താൻ കഴിയണം. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചോർത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്താൻ കഴിയണം. വലഖദ് തറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, തീർച്ചയായും നരകത്തെ നാം കുറേയേറെ മനുഷ്യരെ കൊണ്ടും കുറേയേറെ ജിന്നുകളെ കൊണ്ടും നരകത്തെ നാം നിറച്ചിരിക്കുന്നു. ആ മനുഷ്യരും ആ ജിന്നുകളും എന്ന് പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫഖൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ടവർ നന്മയെ കാണാൻ സമയമെടുത്തിട്ടില്ല. അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൾ കൊണ്ടവർ നല്ലത് കേൾക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല. അവർക്ക് സംസാരിക്കുവാനുള്ള ശേഷിയുണ്ട്, പക്ഷെ നല്ലത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, തലച്ചോറുണ്ട്, അവരുടെ ചിന്ത നല്ലത് ചിന്തിക്കാനായിരുന്നില്ല ഉപയോഗിച്ചത്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, അവർ നാൽക്കാലികളെ പോലെ അല്ല, അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ ഗഫലത്തിലായിരുന്നു, അവരുടെ അശ്രദ്ധയിലായിരുന്നു. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ മറ്റെന്തിന്റെയൊക്കെയോ പുറകിൽ പോകുന്ന, ലക്ഷ്യം മറന്നു പോകുന്ന അശ്രദ്ധയെ കുറിച്ചാണ് പറയുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തെ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഉത്തമ സമുദായമാണ്, ഉത്തമ സമുദായത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിച്ച്
അള്ളാഹുവിന്റെ ദീനിന്റെ കാവലാളുകളായി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രയോക്താക്കളായി ജീവിക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ലക്ഷ്യത്തെ മറപ്പിച്ചു കളയുന്ന ഏതെല്ലാം ഗഫലത്തുകളിലാണോ നമ്മൾ അകപ്പെട്ടു പോകുന്നത്, ആ അശ്രദ്ധകളെ മറികടക്കാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എല്ലാം അംഗീകരിക്കാം, ഒന്ന് മാത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്ന സഹാബിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഒന്നും അംഗീകരിക്കുകയില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം അംഗീകരിക്കാം എന്ന് പറഞ്ഞു വന്ന സഹാബിയുമുണ്ട്. ചരിത്രം നമുക്ക് സുപരിചിതമാണ്. മഅ്ഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം കടന്നു വന്നിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഷഹാദത്ത് കലിമകൾ ഉച്ചരിക്കാം, ഞാൻ നമസ്കരിക്കാം, ഞാൻ ഏതെല്ലാം ആരാധനാ കർമ്മങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഇസ്ലാം അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളെയും ഞാൻ പാലിക്കാം, ഒന്ന് മാത്രം എനിക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ല. വ്യഭിചാരം, അത്രമേൽ ലൈംഗികത എന്ന് പറയുന്നത്, സ്ത്രീകളോടുള്ള അഭിനിവേശം എന്ന് പറയുന്നത് അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതാണ്, അത് മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യനായി മഅ്ഇസ് ഇബ്നു മാലിക്കിനെ തലോടിയിട്ട്, മഅ്ഇസേ, താങ്കൾ വ്യഭിചരിച്ചോളൂ, താങ്കൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് താങ്കൾ ഇസ്ലാമിന്റെ പടിവാതിൽക്കലേക്ക് കടന്നു വന്ന് താങ്കൾക്ക് ഈ ദീനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ താങ്കൾ വ്യഭിചരിച്ചോളൂ. പക്ഷെ ഒരു ഉപാധിയുണ്ട് കേട്ടോ. എന്താണ് അള്ളാഹുവിന്റെ റസൂലെ ഉപാധി എന്ന് ചോദിക്കുമ്പോ, ആ ഉപാധിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കുഞ്ഞു വാക്കുകളിൽ, നമ്മളെപ്പോലെ ഒരുപാട് വാത് പറയേണ്ടി വന്നിട്ടില്ല, ഏറ്റവും കുഞ്ഞു വാക്കുകളിൽ, മഅ്ഇസേ, നീ വ്യഭിചരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ത്രീ ഒരാളുടെയും ഉമ്മയാകരുത്, നീ വ്യഭിചരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ത്രീ ഒരാളുടെയും ഭാര്യയാകരുത്, നീ വ്യഭിചരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ത്രീ ഒരാളുടെയും പെങ്ങളാകരുത്, നീ വ്യഭിചരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ത്രീ ഒരാളുടെയും മകളായി പോകരുത്. ഇങ്ങനെയൊന്നുമല്ലാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ നീ വ്യഭിചരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മഅ്ഇസ് ഇബ്നു മാലിക്കിന്റെ ഉള്ളിൽ ഒരു ചാരം മൂടി കിടന്നിരുന്ന തീക്കനൽ പോലെ, എന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ എനിക്കെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? എന്റെ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ എങ്ങനെയാണ് ആ മനുഷ്യനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? എന്റെ ഭാര്യയെ ആരെങ്കിലും പങ്കുവച്ചാൽ, എന്റെ മകളുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചു എന്നറിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുക? അപ്പോഴാണ് ആരുടെയും മകളല്ലാത്ത, ആരുടെയും സഹോദരിയല്ലാത്ത, ആരുടെയും ഇണയല്ലാത്ത, ആരുടെയും ഉമ്മയല്ലാത്ത ഒരു സ്ത്രീ എന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജ്വലിപ്പിച്ചു കൊടുക്കുന്ന ഒരു നന്മയുടെ മുകുളം കൊണ്ട് മഅ്ഇസ് ഇബ്നു മാലിക് പശ്ചാത്താപ വിവശനായി മടങ്ങി വരുന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മറ്റൊരു മനുഷ്യൻ, എനിക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റസൂലെ ഒന്ന് മാത്രം അംഗീകരിക്കാമെന്ന് പറയുമ്പോ ആ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ശരി, നീ പോയിക്കോളൂ, പക്ഷേ നീ അംഗീകരിക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ടല്ലോ, സത്യം പറയുക എന്നതായിരിക്കണം. സത്യം പറയുക എന്നത് മാത്രം അംഗീകരിച്ചാൽ മതി. അദ്ദേഹം അത് കേട്ട്, ശരി, എത്ര എളുപ്പമാണ്, സത്യം പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് തീരുമാനിച്ച് അദ്ദേഹം പുറപ്പെട്ടു പോകുന്നു. പക്ഷെ ആ മനുഷ്യന് പറ്റിയ അബദ്ധം, അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നു. അദ്ദേഹം നേരത്തെ ഫുലൈൽ ഇബ്നു ഇയാദിനെ കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മോഷ്ടാവാണ്. രാത്രിയിൽ ആരും അറിയാതെ മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ കയറിയപ്പോ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്, നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ, നീ ഇന്നലെ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ, അതിനുശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ഇതുപോലുള്ള ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരും. അവിടെ നിന്നാണ് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ തിരുത്തുകളുടെ ആരംഭം കുറിച്ച് കടന്നു വരുന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ മനുഷ്യരാണ്, വീഴ്ചകളില്ലാത്ത മനുഷ്യരില്ല, വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കാത്ത മനുഷ്യരില്ല. പക്ഷെ ആ തെറ്റുകൾക്കപ്പുറം, ആ തെറ്റുകളെ എല്ലാം മറികടക്കാൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ കാരുണ്യത്തിന്റെയും മഅ്ഫിറത്തിന്റെയും വാതിലുകൾ മനുഷ്യരാശിയുടെ മുമ്പിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുന്നു. പലപ്പോഴും ഒരുപാട് ആവർത്തി പറഞ്ഞ് പരിചയമുള്ള ചരിത്രമുണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുബഹിയുടെ അരണ്ട വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നലെ രാത്രിയിൽ എന്റെ അടുക്കൽ സുന്ദരിയായ ഒരു യുവതി വന്നിരുന്നു. ചെറുപ്പക്കാരിയായ ഒരു യുവതി എന്റെ അടുക്കൽ വന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചു. നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പശ്ചാത്താപം അന്വേഷിച്ച് ഈ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് എന്റെ അടുക്കലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ പറഞ്ഞ മറുപടി, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഗർഭം ധരിച്ച കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു,
ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ തന്തയില്ലാത്ത ഒരു കുഞ്ഞിനെ ജാരസന്തതിക്ക് ജന്മം കൊടുത്തവൾ വ്യഭിചാരിണി എന്ന വെളിപ്പേര് കേൾക്കുമല്ലോ എന്നോർത്ത് ഞാൻ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളഞ്ഞിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉൾക്കിടിലത്തോടുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പാപത്തിന്മേൽ പാപം ചെയ്തു പോയ നിനക്ക് എന്ത് പശ്ചാത്താപമാണ് പെണ്ണെ. ആ പെണ്ണ് പടിയിറങ്ങി പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുക്കൽ പടിവാതിൽക്കൽ നിന്നിട്ട് കരയുന്നുണ്ട്, അല്ലാഹുവേ, നിന്റെ നരകാഗ്നിയിൽ കത്തിയെരിയാനായിരുന്നെങ്കിൽ എന്തിനാണ് നാഥ എനിക്ക് ഈ സൗന്ദര്യം നൽകിയത്? നിന്റെ നരകാഗ്നിയിൽ വിറകായി മാറാനായിരുന്നെങ്കിൽ എന്തിനാണ് ഈ സൗന്ദര്യം എനിക്ക് നൽകിയത്? ഇതെന്തൊരു വലിയ പരീക്ഷണമാണ് എന്ന് വിലപിച്ചുകൊണ്ട് പടിയിറങ്ങി പോകുന്ന പെണ്ണ് സുബഹിക്ക് ഈ അരണ്ട വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പറയുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മെല്ലെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അബൂ ഹുറൈറ, എന്തൊരബദ്ധമാണ് നീ പറഞ്ഞു പോയത്, എന്തൊരബദ്ധമാണ് അബൂ ഹുറൈറ നീ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു വച്ചിരിക്കെ, പാപമോചനത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു വച്ചിരിക്കെ, അള്ളാഹുവിന്റെ അടിമകൾക്ക് മുമ്പിൽ നിന്നോട് ആരാണ് അത് കൊട്ടിയടക്കാൻ അവകാശം തന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പടച്ച റബ്ബേ, ഞാൻ മൂലം ഒരു സ്ത്രീയുടെ പശ്ചാത്താപത്തിന്റെ അവസരം നഷ്ടപ്പെട്ടു പോയാൽ അതുമൂലം ആ സ്ത്രീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ പ്രതി ചേർക്കുമല്ലോ എന്ന് വേവലാതിപ്പെട്ടിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങാടികളിലൂടെ വഴിയോരങ്ങളിലൂടെ ഈ സ്ത്രീയെ തെരഞ്ഞ് അവസാനം സന്ധ്യാസമയത്തോടടുത്ത് അഥവാ സുബഹി മുതൽ അന്വേഷിച്ച് നടന്ന് സൂര്യാസ്തമയത്തോടടുക്കുമ്പോ ഈ പെണ്ണിനെ കണ്ടുമുട്ടിയിട്ട് പറയുന്നുണ്ട്, പെണ്ണെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, നിനക്കും പശ്ചാത്താപമുണ്ട്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വാതിലുകൾ ആകാശഭൂമികളോളം വിശാലമായി നിനക്ക് മുമ്പിലും തുറന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ ചെയ്യാത്ത, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ വീഴ്ചകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. പക്ഷേ ആ മനുഷ്യന്റെ മുമ്പിൽ മാറ്റം വരാനുള്ള, മാറ്റിയെടുക്കാനുള്ള, സ്വന്തത്തെ പാകപ്പെടുത്തിയെടുക്കാനുള്ള, സ്വന്തത്തെ കൈപ്പിടിയിലൊതുക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധ റമദാൻ അതിനുള്ള അവസരമാണ്. വിശുദ്ധ റമദാൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ റമദാൻ പോലും കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടത്തിന്റെ സമയമാണ്. കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ പരസ്യങ്ങളുടെ സമയമാണ്. പാതിരാത്രി 12 മണി മുതൽ 4 മണി വരെ തുറന്നിരിക്കുന്ന അത്താഴമൂട്ടിന്റെ കേന്ദ്രങ്ങൾ പരസ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികൾ ആരോരും അറിയാതെ വീടുകളിൽ എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോര്, 10ഉം 13ഉം വിഭവങ്ങൾ ഒരുക്കി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പരസ്യങ്ങൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇഫ്താറുകൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വിഭവങ്ങൾ ഒരുക്കിയിട്ട്, വിഭവങ്ങളിൽ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഈ വിഭവങ്ങളിലേക്ക് എത്താൻ നമ്മളെടുത്ത വ്രതമുണ്ടല്ലോ, ആ വ്രതത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ വ്രതത്തിനൊരു താല്പര്യമുണ്ട്. നമ്മൾ ആ ലക്ഷ്യവും താല്പര്യവും മറന്നുപോയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുത്താൻ ലഭ്യമായ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരായിട്ട് നമ്മൾ മാറിപ്പോകും. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അസ്സിയാമു ജുന്നത്തുൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ, വ്രതം എന്ന് പറഞ്ഞാൽ പരിചയാണ് എന്ന ഒരു പദമുണ്ട്. പരിച എന്തിനുപയോഗിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ആരാണത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. എവിടെയാണത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കറിയാം. പരിച ഒരു മനുഷ്യനും അയാളുടെ യാത്രകളിലോ കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷവേളകളിലോ ഉപയോഗിക്കുന്ന ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അല്ലല്ലോ. പരിച എന്ന് പറയുന്നത് യുദ്ധഭൂമികളിൽ യോദ്ധാക്കൾ ഉപയോഗപ്പെടുത്തുന്ന സംഗതിയാണ്. യോദ്ധാക്കൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, തന്റെ മുന്നിലുള്ളവനെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ തന്റെ മുന്നിലുള്ളവന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് പരിച എന്ന് പറയുന്നത്. അഥവാ വിശുദ്ധ റമദാൻ നാം ഒരു പടപ്പുറപ്പാട് തീരുമാനിച്ചിരിക്കുന്നു. ആ പടപ്പുറപ്പാട് നമ്മുടെ ശരീരത്തിന്റെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ധമനികളിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ കീഴ്പ്പെടുത്താൻ ഏതെല്ലാം മുക്കിലും മൂലയിലും എവിടെയെല്ലാം വരണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണ്. ആ ഇബ്ലീസിനെതിരെ പ്രയോഗിക്കാൻ, പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല പരിച നേടിയെടുക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ എന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സ്വന്തം ശരീരത്തിന്റെ പിന്നാലെ പോകുന്ന,
ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ മാത്രം ഹവ എന്ന് പറയുന്ന ദേഹേച്ഛകളുടെ പുറകെ പോയിട്ട് ആത്മാവിനെ വിസ്മരിച്ചു പോകുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോകുന്ന, സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ഇലാഹാക്കി മാറ്റിയവരെ നിങ്ങൾ കണ്ടില്ലേ എന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. ഹൃദയങ്ങളുടെ മേൽ, കണ്ണിന്റെ മേൽ, കാഴ്ചയുടെ മേൽ, കേൾവിയുടെ മേൽ, ചിന്തയുടെ മേലൊക്കെ ഏതൊക്കെയോ മൂടികൾ കൊണ്ട് ഭദ്രമായി അടച്ചു മൂടിയിട്ട് അള്ളാഹുവിനെ കാണാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ സ്വർഗത്തെ കാണാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ അർശിനെ കാണാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വിളി കേൾക്കാൻ കഴിയാത്ത, വിശുദ്ധ ഖുർആനിന്റെ വിളി കേൾക്കാൻ കഴിയാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേൾക്കാൻ കഴിയാത്ത, ആ കണ്ടതും കേട്ടതും ഒക്കെയും ഹൃദയത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽക്കാലികളെക്കാൾ മോശമെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഒരു കൂട്ടരുണ്ടല്ലോ. അവരിൽ നിന്ന് വ്യതിരിക്തരാകണമെങ്കിൽ വിശുദ്ധ റമദാനിനെ നമ്മളൊന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്റെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും അവസാനത്തെ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി, നിസ്വനായി, പാപ്പരായവനായി ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. മറ്റാരും എന്റെ കൂടെ ഇല്ലാത്ത, ഞാൻ തനിയെ കടന്നു ചെല്ലേണ്ട റബ്ബിന്റെ മുമ്പിലേക്ക് ഒറ്റക്കൊറ്റക്ക് ഓരോ മനുഷ്യരും ഇതുപോലെ ഒരാൾക്കൂട്ടത്തെയും കൊണ്ട് നമുക്ക് പോകാൻ സാധ്യമല്ല. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ആരുടെയും കൂടെ കടന്നു ചെല്ലാൻ സാധ്യമല്ല. ഒറ്റക്കൊറ്റക്ക് അവനവന്റെ കർമ്മപുസ്തകങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടേണ്ട ഒരു സമയമുണ്ടാകും. ആ സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് അനുഭവിക്കാനുള്ള സന്തോഷത്തെ വ്രതവിശുദ്ധിയിലൂടെ മുന്നോട്ട് പോകുന്നവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ പഠിക്കണം. കർമ്മപുസ്തകങ്ങളുമായി കടന്നു ചെല്ലുമ്പോ സന്തോഷത്തോടു കൂടി കാണുന്ന നോമ്പെടുക്കുന്നവന്റെ രണ്ടാമത്തെ സന്തോഷം അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു മാറ്റവും തിരുത്തലുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ ഏറ്റവും നന്നായി സ്വീകരിച്ച്, വിശുദ്ധ റമദാനിനെ ഏറ്റവും നന്നായി പരിഗണിച്ച്, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഏറ്റവും നല്ല സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.